നമസ്കാരം. ജമ്മു കാശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. കനത്ത ജാഗ്രതാ നിർദ്ദേശം പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പോലീസുകാർക്കാണ് വീരമൃത്യു സംഭവിച്ചത്. 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചതായും അറിയിച്ചു. ഏറ്റുമുട്ടൽ നടന്ന മേഖലയിൽ ഇനിയും ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൂചനയുണ്ടെന്നും ഇവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാണെന്നും സുരക്ഷാ സേന അറിയിച്ചു. ഏറ്റുമുട്ടലിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഉൾപ്പെടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കനത്ത വെടിവെയ്പ് നടന്ന വനമേഖലയിൽ ഭീകര സംഘത്തിലെ മറ്റ് 3 പേർക്കായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെയും സൈന്യത്തിന്റെയും അർദ്ധസേനാ വിഭാഗങ്ങളുടെയും പിന്തുണയോടെയായിരുന്നു ഭീകരരെ നേരിട്ടത്. കരസേന, ദേശീയ സുരക്ഷാ സേന, അതിർത്തി സുരക്ഷാ സേന, പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, സെൻട്രൽ റിസർവ് പോലീസ് സേന എന്നിവയിലെ സംഘങ്ങൾ കഴിഞ്ഞ 5 ദിവസമായി പ്രദേശത്ത് തിരച്ചിൽ നടത്തിവരികയായിരുന്നു. പ്രതികൂലമായ ഭൂപ്രകൃതിയും കൂടുതൽ തീവ്രവാദികളുടെ സാന്നിധ്യവും കാരണം ഇതുവരെ വീരമൃത്യു വരിച്ച പോലീസുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ സൈനിക യൂണിഫോമിലുള്ള 2 പേർ വെള്ളം ചോദിച്ചു എത്തിയതായി പ്രദേശവാസി പോലീസിനെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു സുരക്ഷാ സേന ഇവിടെ തെരച്ചിലിനെത്തിയത്. വ്യാഴാഴ്ച പോലീസ് വനത്തിനുള്ളിൽ പ്രവേശിച്ച് ആയുധധാരികളായ തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ നടത്തിയതിനെ തുടർന്ന് പോലീസിന് പരിക്കേറ്റിരുന്നു. ഹെലികോപ്റ്റർ, ഡ്രോൺ എന്നിവ ഉപയോഗിച്ചാണ് ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നത്. ജമ്മു കാശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ നളിൻ പ്രഭാതാണ് കത്വയിലെ പ്രധാന ഭീകരവിരുദ്ധ ഓപ്പറേഷന് നേതൃത്വം നൽകുന്നത്. ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ, സ്റ്റിഫർ നായ്ക്കൾ എന്നിവയുടെ പിന്തുണയോടെയാണ് ഓപ്പറേഷൻ നടന്നത്. ശനിയാഴ്ചയാണ് തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നാണ്